ഈ ഒരു സ്റ്റാൻഡ് നമ്മുടെ ഹാങ്ങിങ് വിങ്കാസ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മുടെ സ്റ്റാൻഡിൻ്റെ കാൽഭാഗം ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു 3 കമ്പിയാണ് ഈ ഒരു സ്റ്റാൻഡിന് മേലെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 3 സെക്ഷനിലായിട്ട് ഒരു 30ഓളം പ്ലാന്റ്സിനെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും കേട്ടോ. 30ൽ കൂടുതൽ ഹാങ് ചെയ്യാൻ പറ്റും. ഒരു 11 അടിയോളം നീളം ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഹാങ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡിൽ. ഇത് നമുക്ക് തികയാതെ വന്നപ്പോൾ നമ്മൾ പുതിയതായിട്ട് വേറൊരു സ്റ്റാൻഡും കൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുകളിലത്തെ ബാൽക്കണിയിലാണ് ആ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മില്യൺ ബെൽസ് നമ്മൾ പൊടിപ്പിച്ചിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സെയിൽ ചെയ്യുന്നില്ല കേട്ടോ മില്യൺ ബെൽസ് ഇപ്പോൾ. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മൾ ഡബിൾ പെറ്റൽസും പിന്നെ മിനിയേച്ചർ പ്ലാന്റ്സും ഒക്കെയാണ്. നമ്മുടെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരോട് ഇപ്പം നമ്മുടെ കയ്യിൽ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. ഒത്തിരി നമ്മുടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും റീസെൻ്റായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. സെയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പിങ്ക് കളർ പെറ്റൂണിയ, നമ്മുടെ വൈറ്റ് മില്യൺ ബെൽസ്, അതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പുറകിലായിട്ടുള്ള ആ ഒരു ചേമ്പ് കണ്ടോ, അത് നമ്മുടെ ചീരച്ചേമ്പാണ് കേട്ടോ. നമ്മൾ തോരനും കറി വയ്ക്കാനും ഒക്കെ എടുക്കുന്ന ഒരു ചേമ്പാണ്. അതാണ് ഈ ഒരു പൂന്തോട്ടത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് നട്ടുവെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഒരു സർഫീനയുടെ പ്ലാന്റാണ്. നമ്മുടെ വൈറ്റ് ഡബിൾ പെറ്റൽസ് ഇപ്പോഴും ട്രെൻഡിങ്ങിലുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മാർക്കറ്റ് ഒന്നും ഡൗൺ ആയി പോകാത്തൊരു പ്ലാന്റാണ്. ഇത് ഒരു പുതിയ ഹാങ്ങിങ് ആണ് കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു പുതിയ വെറൈറ്റിയാണ്. ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കളക്ഷൻസ് മാത്രം ഇങ്ങനെ അങ്ങും ഇങ്ങും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വീട്ടുകാര്യവും പിന്നെ കുട്ടികളുടെ കാര്യവും ഒക്കെ കൂടെ ആകുമ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യം നമുക്ക് ഭയങ്കര കെയർ കൊടുക്കാനായിട്ട് പറ്റില്ല. എന്നാൽ കഴിയും വിധം ഞാൻ എല്ലാം ഇങ്ങനെ ഒരുവിധം നോട്ടം വെച്ച് പോകാറുണ്ട്. നല്ല നല്ല പ്ലാന്റ്സ് ഒക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന പ്ലാന്റൊക്കെ അങ്ങനെ തളർന്ന കാര്യങ്ങളായിട്ടൊക്കെ കിടക്കുകയാണ്. പിന്നെ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജ് കാണാതെ ഉണ്ടാവില്ലേ. ഇത് നമ്മുടെ ഒരു ലാവൻഡർ വൈറ്റ് വെറൈറ്റിയാണ് കേട്ടോ. ലാവൻഡർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ലാവൻഡർ വെറൈറ്റിയാണ്. കണ്ടില്ലേ, സ്റ്റെമ്മിന് ഭയങ്കര നേർത്ത കട്ടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് സാപ്ലിങ് വെച്ചൊന്നും പൊടിപ്പിക്കാൻ പറ്റില്ല. സീഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ പ്ലാന്റ്സ് നമുക്ക് കണ്ടില്ലേ ഭയങ്കരമായിട്ട് തിന്നാണ് കട്ടിങ്സ് എല്ലാം. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ. നമ്മൾ ആ പ്ലാന്റ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. ആ പ്ലാന്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ലാവൻഡർ കളറിൻ്റെ പല ഷെയ്ഡ്സാണ്. ഒരു 5 ഷെയ്ഡോളം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിക്കുകയുണ്ടായി. അപ്പോൾ ആ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുമായിരുന്നു ഏതെങ്കിലും ഒരു സ്റ്റാൻഡിലോട്ട് നമുക്കുള്ള വെറൈറ്റീസിനെ മാത്രം, അതായത് ഓരോ വെറൈറ്റി വീതം സെറ്റ് ചെയ്തിടണമെന്ന്. അതാകുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും വെറൈറ്റി മിസ്സായി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞൊരു അവിയൽ പരുവത്തിലാണ് നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ പല വശത്താണ് കിടക്കുന്നത്. കറക്റ്റായിട്ടൊരു പ്ലേസ് നമുക്കില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു ഓറഞ്ചിൻ്റെ കളറ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മിസ്സാവാണ്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ ഏത് ഐഡിയെന്ന് പോലും അറിയില്ല. ഏതൊക്കെയോ കുറേ ഹാങ്ങിങ് ഉണ്ട് കയ്യിൽ, അത് മാത്രമേ നമുക്ക് അറിയാവൂ. കുറച്ച് വെറൈറ്റീസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാം. എന്നാലും നമുക്കറിയാത്ത ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. പുതിയ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആഡായി വരുന്നുണ്ട്. നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കേളി വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പ്ലാന്റ്. ഈ ഒരു വലിയ പ്ലാന്റ് ഇങ്ങനെ തളർന്ന് കിടക്കുന്നുണ്ടോ. ഫംഗൽ ഇൻഫെക്ഷനാണ് കാര്യം കേട്ടോ. റൂട്ടിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ ഇനി വെട്ടിക്കൂട്ടി നടുന്ന കാര്യം കുറച്ചധികം റിസ്ക്കാണ്. അപ്പം കുറേ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സങ്ങ് മടുക്കും. കാരണം എന്താ ചെയ്യേണ്ടത് എന്നും നോക്കുമ്പോൾ ഇതുപോലെ പുതുതായിട്ട് കുത്തിവയ്ക്കാൻ മാത്രമേ ടൈം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയൊക്കെ ആകുമ്പോൾ നമ്മൾ മടുത്തു പോകാറുണ്ട്. എന്നാലും ഇതിൻ്റെ ഭംഗികൾ കാണുമ്പോൾ നമ്മൾ പിന്നെയും വെക്കുകയാണ്. പിന്നെ നമുക്ക് പ്ലാന്റ്സ് അയക്കാനും കൊറിയർ പാക്കിങ്ങിനും ഉള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഓർഡറും മറ്റൊന്നും കൈപ്പറ്റാത്തത്. ഒന്നാമത്തെ കാര്യം നമുക്ക് സമയമില്ല. രണ്ടാമത്തെ കാര്യം പാക്കിങ്ങിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോക്കട്ടെ, വീട്ടിലാണെങ്കിൽ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാ കാര്യവും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും നോക്കാം, ഇടയ്ക്കെങ്കിലും ഒരു സെയിൽ ഇടാവേ.